20നും 22 ഇടയിൽ പ്രായം തോന്നിക്കുന്ന ഒരു പെൺകുട്ടിയുടെ ബോഡി ആലപ്പുഴ ബീച്ചിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഓവർ ആ പെൺകൊച്ചിന്റെ ബോഡി ഇട്ടേന് നമ്മളെന്ത് ചെയ്തെന്നാ? നമ്മുടെ ചെറുക്കനെ കാണാനായിട്ട് 3 ദിവസമായി. അതൊന്നും അന്വേഷിക്കാന്മാർക്ക് നേരെയില്ല. അവനെന്തെങ്കിലും പറഞ്ഞായിരുന്നു ആ പെണ്ണിനെ പറ്റിയിട്ട്? എനിക്കൊന്നും അറിയില്ല. ബീച്ചിൽ സെർച്ചിന് പറഞ്ഞിട്ടുണ്ട്, അവിടെയും കൂടെ ഒന്ന് നോക്കിയേക്കാം. ജോണിന് ഈ അർച്ചന എന്ന കുട്ടി അറിയോ? ജോണിന്റെ മോൻ കോളേജിൽ ഒരു പെൺകുട്ടിയായിട്ട് ഇഷ്ടത്തിലായിരുന്നു അല്ലേ? എനിക്കറിയില്ല സർ. അതെന്താ ജോണെ, തനിക്ക് മാത്രം അറിയാത്തെ? അവന്റെ ക്ലാസ്സിലെ കുട്ടികൾ മുഴുവൻ പറയുന്നത് അവൻ വേറൊരു പെൺകുട്ടിയായിട്ട് ഇഷ്ടത്തിലായിരുന്നു എന്നാണല്ലോ. ഈ പ്രായത്തിലുള്ള പിള്ളേരല്ലേ സാറേ, അടുപ്പൊക്കെ ഉണ്ടാവും. താനൊന്ന് പുറത്തു നിന്നേ, ഞങ്ങളൊന്ന് സംസാരിക്കട്ടെ. പെൺകുട്ടിയുടെ ബോഡിയിൽ മുറിവിന്റെ പാടുകളുമുണ്ട്. ജോൺ മോനെ സൈക്കാട്രിസ്റ്റിനെ കാണിക്കുന്നുണ്ടല്ലേ? അവനെന്താ പ്രശ്നം? ഇല്ല സാറേ, അത് പണ്ടായിരുന്നു. കഴിഞ്ഞ ആഴ്ച പിന്നെ താൻ അവനുമായിട്ട് എവിടെയാ പോയേ? സാറേ, അത് അവനൊരു പ്രത്യേക പ്രകൃതക്കാരനായിരുന്നു. എപ്പോഴും കുഞ്ഞുനാൾ മുതലേ അവൻ ഒറ്റയ്ക്കിരിക്കുന്നതിനോടാണ് താല്പര്യം. അവനങ്ങനെ കൂട്ടുകാരൊന്നും ഉണ്ടായിരുന്നതായിട്ട് എനിക്കറിയില്ല. ആരോടും ഇഷ്ടമുള്ളതായിട്ടും അറിയില്ല. വലുതാകുമ്പോൾ എല്ലാം ശരിയാകുമെന്നാണ് കരുതിയത്. എന്നാൽ മാറ്റം ഉണ്ടായില്ല. അങ്ങനെയാണ് എൻ്റെ ഫ്രണ്ട് കൂടിയായ സൈക്കാട്രിസ്റ്റിനെ കാണിക്കാൻ കൊണ്ടുപോയത്. അപ്പോൾ വലിയ മാറ്റം ഉണ്ടായിരുന്നു. ഒരുപാട് മാറിയിട്ടും ഉണ്ടായിരുന്നു. താൻ അവൻ അവസാനമായി കാണുന്നത് എപ്പോഴാണ്? ഈയിടെയായി അവന്റെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും വ്യത്യാസമുള്ളതായി തോന്നിയിരുന്നോ? കോളേജിൽ പോയി തുടങ്ങിയതിൽ പിന്നെ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവനെ കാണാതാകുന്നതിന് കുറച്ച് ദിവസം മുൻപ് അവൻ വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു. എന്തു പറഞ്ഞാലും ദേഷ്യം. ആരോടും ഒന്നും പറയാറുമില്ല, ഒന്നും കഴിക്കാറുമില്ല. ഇത്രയും വയലൻ്റായിട്ട് അവനെ ഒരു പ്രാവശ്യം മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. കോൺസ്റ്റബിൾ, ആ പയ്യനെ അങ്ങ് വിളിക്കേ. നിങ്ങളൊന്ന് പുറത്തിരിക്കേ, ഞാൻ വിളിപ്പിക്കാം. ആ, അപ്പൊ താനാണ് ഈ അർച്ചനയുടെ ഫ്രണ്ട് അല്ലേ? ഈ അർച്ചനയും ഏതേലും പയ്യനായിട്ട് ഇഷ്ടത്തിലായിരുന്നോ? ഇല്ല സാറേ. പിന്നെ ഈ ജസ്റ്റിൻ ആരാടാ? സാർ അവർ തമ്മിൽ ഇഷ്ടത്തിലൊന്നും അല്ലായിരുന്നു. പിന്നെ എന്തിനാടാ അവൾ അവന്റെ കൂടെ പോയേ? അതെനിക്കറിയില്ല സാറേ. ഓഹോ, അത് കൊള്ളാം. പിന്നെ നീ പറ, അവർ തമ്മിൽ എന്തായിരുന്നെന്ന്. സാർ ആളൊരു പ്രത്യേക ടൈപ്പാണ്. അവനാകെയുള്ളൊരു കമ്പനി അവൾ മാത്രമായിരുന്നു. ഞാൻ ഈ ഇടയ്ക്ക് അവളോട് ചോദിച്ചതായിരുന്നു നിങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണോ എന്ന്. അങ്ങനെയൊന്നുമില്ലെന്നാണ് അവൾ പറഞ്ഞത്. പിന്നെ ഈ ഇടയ്ക്ക് അവൻ ഒരുപാട് അവോയ്ഡ് ചെയ്യുന്നതായിട്ട് തോന്നി സാറേ. അപ്പൊ നീ ചോദിച്ചില്ലേ എന്താ പ്രശ്നമെന്ന്? ഞാൻ ചോദിച്ചതാ. അവൾ പറഞ്ഞ അവന് വട്ടാണെന്ന്. അവളെന്താ അങ്ങനെ പറഞ്ഞേ? സാർ അവൾ പറഞ്ഞത് അവൻ്റെ സ്വന്തം അമ്മയെപ്പോലെ കാണുന്നുവെന്നാണ്. അവൻ്റെ അമ്മയുടെ അതേ സ്വഭാവമാണ് അവൾക്കെന്ന്. ആദ്യമൊക്കെ അവളത് തമാശയായിട്ടാണ് കണ്ടിരുന്നത്. പിന്നീട് അവളുടെ ഓരോ പ്രവൃത്തിയും അവനവൻ്റെ അമ്മയായിട്ട് കണക്ട് ചെയ്യാൻ തുടങ്ങും. അവൾക്ക് എന്തൊക്കെയോ ഡൗട്ട് തോന്നിയിരുന്നു സാർ. ജോണേ, ബീച്ചിലെ CCTV-യിൽ നിന്നും തന്റെ മോന്റെയും ആ മിസ്സിംഗ് ആയ കൊച്ചിന്റെയും കുറച്ച് വിഷ്വൽസ് കിട്ടിയിട്ടുണ്ട്. ഇനി അങ്ങോട്ട് കളി മാറുകയാണ്. ഇതുവരെ ഇതൊരു മിസ്സിംഗ് കേസായിരുന്നെങ്കിൽ ഇനി അങ്ങനെയല്ല. ജോണേ, ഇനിയെങ്കിലും സത്യം പറ.
താൻ തന്റെ മോനെ എവിടെയെങ്കിലും ഒളിപ്പിച്ചിട്ടുണ്ടോടോ? ഇല്ല സാറേ. ഇതിനു മുമ്പ് ഇതുപോലെ അവൻ മിസ്സിംഗ് ആയിട്ടുണ്ടോടോ? ആ, 1-2 പ്രാവശ്യം എന്നോട് വഴക്കിട്ട് ഇതുപോലെ ഇറങ്ങി അവൻ പോയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അവനെ എവിടെ നിന്നാ കിട്ടിയേ? അവിടെയൊക്കെ അന്വേഷിച്ചു സാറേ. താൻ സ്ഥലം പറയടോ. സാറേ, അത് അവൻ്റെ അമ്മയുടെ ശവക്കല്ലറയുടെ അടുത്ത് നിന്ന്